ഇതിനിട്ട അപ്പം തന്നെ അടിച്ചിടാ. ആ ഓക്കെ, പൂവാലി പോരട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പോൾ റോഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിഷിങ്ങിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളേ 6 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്, പക്ഷെ ഇന്ന് ലേറ്റായി, 7 മണി ആയിട്ടുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, തീരെ വെളിച്ചം വരാൻ ഇന്ന് എന്താണാവോ 6 മണിയായിട്ടും വലിയ വെളിച്ചില്ല. അതുപോലെ തന്നെ റോഡ് നമുക്ക് കാണാൻ കഴിയണില്ല കേട്ടോ, അത്രയും കോടയാണ്. അത് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും സമയം കളയണ്ട, ഇതാ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കട്ടോ. നമ്മൾ ഇന്നും പോൾ റോഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫിഷിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതവിടെ കുറച്ച് മീനുകളുടെ ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം നമുക്ക് എന്തായാലും ലൂററിന് നോക്കി നോക്കാം. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹുക്കാണ് ഇട്ടത്. ഇപ്രാവശ്യം നമ്മൾ ഒരു ചെറിയ ഹുക്കും ഒരു വലിയ ഹുക്കും അങ്ങനെ 2 ഹുക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് തീറ്റ മര്യാദയ്ക്ക് സെറ്റാക്കാൻ പറ്റിയില്ല. ഞാൻ വരുന്ന സമയത്താണ് തീറ്റ മിക്സാക്കിയത്. അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് തീറ്റ മിക്സ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇത് അവിടെ ഒരു ബോക്സ് എടുക്കുന്നത്, ഇത് ആരെങ്കിലും ഇട്ടതാണ് ഒഴുകിയൊന്ന് കിടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്താന്ന് ഞാൻ എന്തായാലും തുറന്നു നോക്കണില്ല, ചിലപ്പോൾ അല്ല പണിയാണെങ്കിലേ. വേണ്ട, എൻ്റെ ബാഗാ ബോക്സ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യണത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വലിയ മീനുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ തീറ്റ സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വലിയ ഹുക്കും ഇത്ര ഇടണ്ട. ഇതതുപോലെ ഇങ്ങനെ 2 ഹുക്കുമ്മയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇട്ട് നോക്കി നോക്കാം. ചെറുതുമ്മല വലുതുമ്മല ഏതുമ്മല അടിക്കാന്ന് അറിയില്ലല്ലോ. ഓ ആ ഓക്കെ, പൂവാലി പോരട്ടെ. ആ ചെറുതുമ്മലാണ് അടിച്ചേക്കണ്. നമുക്ക് ഏതുമ്മല അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, ഏതിലേലും ഒന്നുമേ. എൻ്റെ വായിൽ ഇറങ്ങിപ്പോയില്ലോ. കവർ എടുക്കട്ടെ. നമ്മൾ മീഡുള്ള കവർ എടുക്കാൻ വിട്ടുപോയിട്ടാ. പക്ഷെ ഇതിലൊരു അയ്യോ പണി പാളിയ, കവർ എടുക്കാൻ വിട്ടുപോയില്ല. ഒരു കവറൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതിനെ ജീവനോടുക്കനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ തെർമാക്കോള് വീട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. അത് എടുക്കാനും വിട്ടുപോയിട്ടാ. ഇതിലെന്തായാലും വെള്ളത്തിലിടാൻ പറ്റുമോ നോക്കി നോക്കാം. കുടിക്കാൻ വെച്ച വെള്ളമാണ്. എടുക്കട്ടെ, ഇതൊക്കെ എടുക്കും മീനെ. അപ്പം ബാഗിൽ എന്താണാവോട്ടാ.
അയ്യോ ഇത് ചെറുതാ. ചെറുതുമ്മലാണ് അടിക്കണത്. അപ്പം നമുക്ക് വലുതുമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അപ്പം ഇപ്പോൾ എന്തായാലും ചെറുതുമ്മ തന്നെ ഇട്ടിട്ട് വലിക്കാം എന്നല്ലേ. അപ്പം നമ്മുടെ എല്ലാ തീറ്റയിലും മീൻ പഠിക്കണ്ട കേട്ടാ. ഓക്കെ, പക്ഷേ നമ്മൾ തെർമോക്കോൾ എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രഷ് ആയിട്ട് തന്നെ മീനെ കൊണ്ടുപോകായിരുന്നു. ഇത് വേറെ ആരുടെ ഏരിയ ഉണ്ടല്ലോ ഇവിടെ. അറ്റത്തൊക്കെ ഓ ആ ഇത് മടിച്ചിട്ടുണ്ടായിരുന്ന പോലെ പോലെ. ഓ ഇപ്പം എന്നിട്ട് അടിച്ചുവിടാം. ഇപ്പം കിട്ടുന്നതൊക്കെ ഈ സൈസിലാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ പരല് പിടിക്കുന്ന കണ്ടിട്ടേ ഒരു ആള് ചോദിച്ചിട്ടുണ്ട് കേട്ടാ കുറച്ച് മീനിനെ കൊണ്ടു കൊടുക്കാൻ. അപ്പം നമ്മൾ ഈ ചെറുതിനെ തിരിച്ചിറക്കുക ചെയ്യാറ്. അപ്പം പിന്നെ വലിക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ആടാ വമ്പോ വണ്ടൻ സൈസ്. ഇത് വണ്ടൻ സൈസ് ആയിട്ടുണ്ട് ഇടാ. ഒമ്പോ നമ്മുടെ ഒരു കുളത്ത് പൊട്ടിപ്പോയിട്ടാ വലുത്. അപ്പോൾ കുളത്ത് നമ്മൾ സ്പെയർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഭയങ്കര വലുപ്പം കൂടിയതാണ്. അപ്പം നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തു കിട്ടാം. നമുക്ക് ഈ സിംഗിൾ ഹുക്കായി ഒന്ന് വെച്ചിട്ട് നോക്കാം. ഊഹാലി ഓടണണ്ട നിങ്ങൾ നോക്കി. ഓ അധികം കളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതും പോവും. നമ്മളിതിലേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വയ്ക്കാം.
ഇതുപോലെ പൂവാലല്ലാണ്ട് വേറൊരു മീൻ നമുക്ക് ഇതിനൊന്നും കിട്ടണില്ല കേട്ടോ. കരിമീനെ പിടിക്കാൻ അയ്യേ പോയി. അയ്യോ മീൻ വിട്ടുപോയിട്ടാ അടിച്ച സാധനം. അടുത്തത് നമ്മൾ സ്ഥലം മാറ്റിയിട്ടപ്പോൾ പിന്നെ അടിച്ചത് കേട്ടാ. അതിനൊക്കെ ഇടുന്ന് ഉള്ളിടുന്ന താറാവിനെ ആട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിടണതാ. നമ്മളെ ഇവിടെ ഇട്ടത് നേരെ പ്രതിക്കിട്ടപ്പോൾ പിന്നെ അടിച്ച് മൊത്തം ഇട്ടാക്കാം. തീറ്റ പോയി. നൈസായിട്ട് അഴിച്ചുകൊണ്ട് പോവാ മീനുകൾ. പോയി തീറ്റ. വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ അവിടെ. എന്തായാലും നമ്മളെ ക്യാമറയിൽ ഇട്ടൊന്നും അറിയില്ല. ഇവിടൊക്കെ വലിയ മീൻ പോയി. ഇപ്പോൾ ചൂണ്ടക്കാർ കൊണ്ടല്ലോ.
പൂവാലി പിടിച്ച് കൈ കടഞ്ഞു തുടങ്ങി. ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി വെയിൽ വന്നിട്ട് എന്തായാലും ലൂറ് കസിയാനാട്ടാ. പക്ഷേ ഈ പരലുകൾ, ചെറിയ പരലുകൾ താഴത്തേക്ക് എത്തുമ്പോഴത്തേന് അതൊക്കെ തിന്ന് തീറും. പിന്നെ നമ്മുടെ വലിയ മീനുകൾക്കൊന്നും കിട്ടില്ല. ഇത് കിട്ടുന്നത് മൊത്തം ഇതുപോലത്തെ പൂവാലികൾ തന്നെ. ആ ഓ കല്ലുദ്യ. ഓ ഇതങ്ങനെ നമുക്കൊരു കല്ലുദ്യ അടിച്ചിട്ടുണ്ടാ. എനിക്ക് തോന്നുന്നത് എൻ്റെ കവറൊക്കെ വെച്ച് കീറുവാൻ. പറഞ്ഞില്ലേ നമ്മുടെ കവറൊക്കെ കീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമുക്ക് അൾട്രാലൈറ്റിനായിട്ട് നമ്മൾ റോഡ് റീല് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ മീൻ അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാഗൊക്കെ അയ്യോ നമ്മളെ മീനിൻ്റെ മുകളിലാണ് ചത്താണാവോ റീലൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദ്യം ചെറിയൊരു ഷാഡിട്ട് എറിഞ്ഞ് നോക്കി നോക്കാം. വൈറ്റ് ഷാഡ് ഇട്ട് നോക്കാം. ഇതാ ഇതൊരു ചെറിയൊരു ഷാഡാണ് കേട്ടോ ലൂക്കാനയുടെ. ഇതിനൊരു ജിഗിന് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇതിനാകെ 20 രൂപ ഉള്ളൂ. ഉടക്കി പിടിക്കാതിരുന്നാൽ മതി. ഈ ഭാഗത്ത് കരിമീനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ നമുക്കൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഡ്രാഗ് ലൂസായ പണിയോ. ഓ എന്നിട്ട് പൊങ്ങി വരുന്നേ. മീൻ പിടിച്ചിട്ടേ നമ്മുടെ കൈ കളഞ്ഞു. അത്രയും മീൻ പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് നോക്കിയേ, കുടഞ്ഞിട്ട് കാണിച്ചു തരാം. എന്തായാലും വെള്ളമാണ്. ഇത് നോക്കൂ വേണ്ടാ, ഇത്ര മാനം മീനെ പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി സമയം നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പിടിക്കാം കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു മീനിൻ്റെ ഒരു ബോക്സ് ഉണ്ട് വീട്ടിൽ. അപ്പം അത് കണ്ടോ നോക്കിയേ, എനിക്ക് ഈ ഒരു സൈസുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്.